കോപ്പ അമേരിക്കയിൽ ഫൈനലിൽ ഉറപ്പിക്കാൻ ഇറങ്ങുകയാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന. ബുധനാഴ്ച രാവിലെ 5:30 തുടങ്ങുന്ന ആദ്യ സെമിയിൽ കാനഡയാണ് അർജന്റീനയുടെ എതിരാളികൾ. ഇക്വഡോറിന്റെ അതിശക്തമായ വെല്ലുവിളി പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്നാണ് മെസ്സിയും സംഘവും സെമിയിലെത്തുന്നത്. ക്വാർട്ടറിൽ മെസ്സി മുഴുവൻ സമയവും കളിച്ചെങ്കിലും തീർത്ത് നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് നടത്തിയത്. മെസ്സി പരിക്കിൽ നിന്ന് പൂർണ്ണ മുക്തനല്ലെന്ന സൂചനയാണ് ഇക്വഡോറിനെതിരായ മത്സരം നൽകിയത്. ഇതുകൊണ്ട് തന്നെ സെമിയിൽ കാനഡയ്ക്കെതിരെ ഇറങ്ങുമ്പോൾ മെസ്സിയുടെ ഫിറ്റ്നസിനെ കുറിച്ചാണ് എല്ലാവർക്കും അറിയേണ്ടത്. മത്സരത്തിന് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിൽ സ്കലോണി ആ ആശങ്കകൾക്ക് നൽകിയ മറുപടി ഇങ്ങനെയാണ്: മെസ്സി നന്നായിരിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെയാണ് താരം ഇക്വഡോറിനെതിരായ മത്സരം പൂർത്തിയാക്കിയത്. കാനഡയ്ക്കെതിരെ മെസ്സി ആദ്യ ലെവലിലുണ്ടാകും. മെസ്സിക്കൊപ്പം ഡിമരിയയും ആദ്യ ലെവലിൽ കളിക്കുമെന്നും സ്കലോണി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സ്കലോണിയുടെ വാക്കുകൾ അർജന്റീന ആരാധകർക്ക് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. മെസ്സിക്കൊപ്പം ഡിമരിയയും ജൂലിയൻ അൽവാരസുമാണ് മുന്നേറ്റ നിരയിൽ കളിക്കുക. ഇതോടെ നിക്കോ ഗോൺസാലസിനും ലൗട്ടിയറോ മാർട്ടിനസിനും സ്ഥാനം നഷ്ടമാവും. 4 ഗോളുമായി കോപ്പയിലെ ടോപ്പ് സ്കോററാണ് ലൗട്ടിയറോ മാർട്ടിനസ്. പഴയ ഫോമിലേക്ക് എത്താൻ കഴിയാത്ത എൻസോ ഫെർണാണ്ടസിനും സെമിയിൽ സ്ഥാനമുണ്ടാവില്ല. എൻസോയ്ക്ക് പകരം ലിയാൻഡ്രോ പാരഡസോ ജിയോവാനി ലോസൽസയോ ടീമിലെത്തും. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ അർജന്റീന എതിരില്ലാത്ത 2 ഗോളിന് കാനഡയെ തോൽപ്പിച്ചിരുന്നു. അന്നത്തെ തോൽവിയിൽ നിന്ന് പാഠം പഠിച്ചുവെന്നും ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്കെതിരെ അട്ടിമറി വിജയം സ്വപ്നം കണ്ടാണ് ഇറങ്ങുന്നതെന്നും കാനഡ കോച്ച് വ്യക്തമാക്കി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.